ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. ഇഹലോകത്ത് താനിനി വേഗം വരും രാജരാജനെ വാഴുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ കോരതര വിഷപ്പണ്ണു തകരാതാകയാ. കൊല്ലുന്ന മരണത്തിൽ കോരതര വിഷപ്പണ്ണു തകരാതാകയാ. ഇനി കൊല്ലും ഭയാമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളി വിളിക്കുകയാ. ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കും നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്റെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ സുഖത്തേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമെന്ന് യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. നിത്യവാസമെന്ന് യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി പിന്നീട് വീട്ടിൽ ചെന്നെത്തുന്ന തുകലെത്തി ഞാൻ പാട്ടിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൽ കോരതര വിഷപ്പല്ലു തകർന്നതാകയാ. മരണത്തിൽ കോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയാമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുൻവിധിയും മുഖപക്ഷവും ദൈവം വെറുക്കുന്നു എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവത്തിന്റെ കരുണാധിക്യപ്രകാരം പലരും വിളിക്കപ്പെട്ടും തിരഞ്ഞെടുക്കപ്പെട്ടും ദൈവമക്കളായി തീർന്നുവെങ്കിലും അവർ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടു നടക്കുന്നതോ അവരെ പിൻപറ്റുന്നതോ ആയ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവം വെറുക്കുന്നതുമായ പലവിധ സ്വഭാവങ്ങളും നിർബന്ധങ്ങളും ശീലങ്ങളും ഒക്കെയുണ്ട്. അവയിൽ രണ്ടെണ്ണമാണ് മുൻവിധിയും മുഖപക്ഷവും. ഈ രണ്ട് വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്ക് മറ്റുള്ള വിശ്വാസികളോടും ശുശ്രൂഷകരോടും ഒക്കെയുള്ള മനോഭാവം എങ്ങനെയുള്ളത് എന്ന് നാം ആത്മശോധന ചെയ്ത് തിരിച്ചറിയണം. മുൻവിധി പലപ്പോഴും പ്രിയരെ നിങ്ങളെ അലട്ടാറുണ്ടോ? മുഖപക്ഷം ആരോടെങ്കിലും കാട്ടാറുണ്ടോ? ഈ വിഷയങ്ങൾ പലപ്പോഴും ഒരു വിശ്വാസിയെ പാപത്തിൽ പ്രവേശിക്കുവാൻ ഇടയാക്കാറുണ്ട്. ഇവ രണ്ടും ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന പാപങ്ങളാണ്. ഇവയെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായി തീരണം. പത്രോസ് എന്ന കർത്തൃശിഷ്യനിൽ തൻ്റെ വിശ്വാസത്തിൻ്റെയും
അപ്പോസ്തോലിക ശുശ്രൂഷയുടെയും ആദ്യ കാലങ്ങളിൽ മുൻവിധി ഉണ്ടായിരുന്നുവെന്ന് തൻ്റെ പ്രസ്താവ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ താൻ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തിയിൽ ഇങ്ങനെ വായിക്കുന്നു: അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യങ്ങളാണിത്. പരിശുദ്ധാത്മാവിനാൽ പത്രോസ് നിറഞ്ഞതിന് ശേഷം ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷമാണ് ജാതികളും രക്ഷാനിർണയം പ്രാപിക്കണം, അവരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞത്. ഒരു ദർശനത്തിലൂടെ ദൈവം പത്രോസിനത് പഠിപ്പിച്ചു കൊടുത്തു. മുൻവിധി കാരണം അതുവരെ ആ മേഖലയിലേക്ക് പത്രോസ് കടന്നിട്ടില്ലായിരുന്നു. എന്നാൽ ആകാശത്തു നിന്ന് ഇറക്കിയ തുപ്പട്ടിയും അതിലെ മൃഗങ്ങളും പത്രോസിന്റെ മുൻപിൽ ഒരു വെല്ലുവിളിയായി താൻ കാണുകയാണ്. തനിക്ക് ഇത് നിഷിദ്ധമെന്ന് കർത്താവിനോട് താൻ പറയുമ്പോൾ അറുത്തു തിന്നുക, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന ഒരു ശബ്ദം രണ്ടാമതും പത്രോസ് കേൾക്കേണ്ടി വന്നു. തനിക്കൊരു കാര്യം മനസ്സിലായി: തന്നെ ദൈവം ഒരു ആത്മീക സത്യം പഠിപ്പിക്കുകയാണ്. തന്റെ ചിന്താഗതിയെ ദൈവം ഉടച്ചു വാർക്കുകയാണ്. പ്രിയരെ, പത്രോസിന്റെ മുൻവിധിയെയും മുഖപക്ഷത്തെയും ദൈവം ശാസിക്കുന്നതിന് തുല്യമാണ് തന്റെ മുൻപിൽ കാട്ടിയ ഈ ദർശനം. പ്രിയരെ, നമ്മിൽ വ്യാപരിക്കുന്ന മുൻവിധിയും നാം പലപ്പോഴും കാട്ടുന്ന മുഖപക്ഷവും നമ്മുടെ പലവിധമായ ഉയർച്ചകളെയും വിടുതലുകളെയും അനുഗ്രഹങ്ങളെയും സൗഖ്യങ്ങളെയും നന്മകളെയും ശുശ്രൂഷകളെയും ഒക്കെ തടയുന്നതായ പാപമാണ് എന്ന് തിരിച്ചറിയണം. അവ ദൈവിക ദർശനത്താലും ദൈവവചനത്താലും ശാസനയ്ക്ക് വിധേയമാക്കണം. മുൻവിധിയോടെ നാം ആരെയും അളക്കരുത്. മുൻവിധിയോടുകൂടി കാര്യങ്ങളെ കാണരുത്. അത് നാം അവർക്കുള്ള ദൈവപ്രവൃത്തികളെ നാമായി തടയുന്നവരായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വെളിപ്പെടുത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ നമുക്കുള്ള മുന്നേറ്റങ്ങളെയും ദൈവിക ഇടപെടലുകളെയും ഒക്കെ തടയുന്ന അനുഭവങ്ങളുമായി തീരുമെന്ന് നാം മനസ്സിലാക്കുക. പത്രോസ് തികഞ്ഞ വൈമനസ്സത്തോടെ അന്യജാതിക്കാരനായ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് പ്രസംഗിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ പത്രോസ് വെളിപ്പെടുത്തിയ വാക്യമാണ് മുകളിൽ നാം വായിച്ച് കേട്ടത്. പത്രോസ് പറയുന്നത്, ദൈവം എൻ്റെ മുൻവിധിയെ, എൻ്റെ മുഖപക്ഷത്തെ വെളിപ്പെടുത്തി തന്നു, അത് ശാസിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മലിനർ എന്നതായിരുന്നു എൻ്റെ മുൻവിധി. എന്നാൽ ദൈവം എന്നോട് ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. പത്രോസ് അവിടെ പ്രസംഗിച്ചു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടപ്പോൾ പത്രോസ് മനസ്സിലാക്കി ദൈവിക പദ്ധതി എന്താണെന്ന്. യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയാണ് മരിച്ചത് എന്ന വസ്തുത പത്രോസ് അപ്പോസ്തലൻ അന്നാണ് വ്യക്തമായി മനസ്സിലാക്കിയത്. ഇതിനു മുൻപ് കർത്താവ് തന്നെ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിലും, കർത്താവ് അവർക്ക് വേണ്ടിയുള്ള കൽപ്പനകൾ അതിനോടുള്ള ബന്ധത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വ്യക്തമായി ഗ്രഹിക്കാൻ ഏറ്റെടുക്കാൻ പത്രോസിന് അതുവരെ ആയിരുന്നില്ല. എന്നാൽ ദൈവം കാണിച്ച ഒരു ദർശനത്തിൽ കൂടി, ദൈവം പഠിപ്പിച്ച ഒരു വെളിപ്പാട് സത്യത്തിൽ കൂടി പത്രോസ് അപ്പോസ്തലൻ അത് മനസ്സിലാക്കി. ദൈവം തനിക്ക് വെളിപ്പെടുത്തിയ സത്യം താൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഇത് പ്രസ്താവിച്ചിട്ട് തൻ്റെ തിരിച്ചറിവിൽ വന്ന മാറ്റത്തെ എടുത്തു പറയുകയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പത്രോസ് എടുത്തു പ്രസ്താവിക്കുന്നു. അന്ന് മുതൽ അപ്പസ്തോല പ്രമുഖനായ പത്രോസ് മുൻവിധിയും മുഖപക്ഷമില്ലാത്തവനുമായി തീർന്നു. കൂടപ്പിറപ്പുകളെ,
നിങ്ങളുടെ ആത്മീയ ചിന്താഗതിയിലും നിലവാരവും എങ്ങനെയുള്ളത് എന്ന തിരുവചനത്തിന്റെ കേൾവിക്കനുസരിച്ച് തിരിച്ചറിയണം. ആത്മീയ പാരമ്പര്യത്തിന്റെ നാളുകൾ വർഷങ്ങളുടെ പഴക്കമായി പറയുവാനുള്ളപ്പോഴും ഇപ്പോഴും മുൻവിധിയും മുഖപക്ഷവും ഇനിയും ഉപേക്ഷിക്കുവാനായിട്ടുണ്ടോ? അത് നിങ്ങളുടെയും അന്യന്റെയും വിടുതലുകളെ തടഞ്ഞിട്ടുണ്ടോ? ഒരു ദർശനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമോ? ഒരു ശാസനയ്ക്ക്, വചനത്താലുള്ളൊരു ശാസനയ്ക്ക്, ദൈവാത്മാവിൻ്റെ ഒരു നടത്തിപ്പിന്, ഒരു ഇടപെടലിന് വിധേയപ്പെടുമോ? ആ ഒരു സമർപ്പണവും തീരുമാനവും അറിയുവാൻ പരിശുദ്ധനായ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ കാണുന്നു, നമ്മളെ നോക്കുന്നു. അവൻ നമ്മുടെ ദൃഷ്ടി വെച്ച് നോക്കുന്നു. നാം തന്നെ ദൈവത്തോടെ ഒരു മറുപടി, ഒരു ഉത്തരം പറയുവാൻ, ഒരു സമർപ്പണം പറയാൻ, കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ അനുസരിക്കാൻ കർത്താവ്, ഞാൻ എൻ്റെ മുൻവിധിയും ഞാൻ എൻ്റെ മുഖപക്ഷവും എല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായി, സൗകര്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. മുൻവിധിയും മുഖപക്ഷവും ഇല്ലാത്തവരായി കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളും പിഴവുകളും ബലഹീനതകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ നിറയ്ക്കണം. ആത്മാവിൻ്റെ നടത്തിപ്പ് പകർന്നു തന്ന് സഹായിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, അവരുടെ ജീവിതങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ. ചില അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഉയർത്തപ്പെടുവാൻ സഹായിക്കണം. മഹത്വം അങ്ങേക്കപ്പച്ച പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർന്നു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർന്നു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. ഇഹലോകത്ത് താളിനി വേഗം വരും, രാജരാജനെ വാഴുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൽ പോരതര വിഷപ്പണ്ണു തകരാതാകയാ. മരണത്തിൽ പോരതര വിഷപ്പണ്ണു തകരാതാകയാ. നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്റെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ സുഖത്തേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമെന്ന് യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. നിത്യവാസമെന്ന് യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി പിന്നീട് വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളിൽ നീങ്ങൻ പാട്ടിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ,
ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൽ പോരാത്തര വിഷപ്പല്ലു തകർന്നതാകയാ. മരണത്തിൽ പോരാത്തര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയമില്ലേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.